Canva use ചെയ്യുന്ന എല്ലാവർക്കുള്ള ഒരു പ്രധാന പ്രോബ്ലം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ Canvaയിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല. മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നല്ല, വളരെ മനോഹരമായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു പ്രോബ്ലമാണ് എല്ലാവർക്കും. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഭംഗിയായിട്ട് അടിപൊളി ഫോണ്ടുകൾ ഉപയോഗിച്ച് Canvaയിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ Canvaയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതിൽ വ്യക്തമായിട്ട് Canva എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഡിസൈൻ ചെയ്യാം എല്ലാം എന്ന് വ്യക്തമായി അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണുക. ഇതിൽ നമ്മൾ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, എങ്ങനെ അടിപൊളി ഫോണ്ട് ഉപയോഗിച്ച് Canvaയിൽ ടൈപ്പ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ട്യൂട്ടോറിയൽ. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ ആപ്പിലേക്ക് പോകാം. Canva നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. Canva ഓപ്പൺ ചെയ്ത് നമ്മൾ നിലവിൽ അതിലുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാം. കൊറോണ വൈറസിൻ്റെ തന്നെ പോസ്റ്റ് ആവട്ടെ. നമുക്ക് നിലവിൽ ഇതിൽ മലയാളം ഫോണ്ടല്ലേ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നിലവിൽ ഇതിലുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സ് റിമൂവ് ചെയ്ത് കളയാം. നമുക്കറിയാം ഇതിലേക്ക് എന്ത് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്ലസ് ബട്ടണാണ്. ഇപ്പം നിലവിൽ നമ്മൾ ഓൾറെഡി അതിലുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ ഇതിൽ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യാൻ, സാധാരണ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. നിങ്ങളുടെ ഫോണിൽ മലയാളം കീപാഡ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കും, പക്ഷെ നമുക്ക് കൂടുതൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കില്ല. ഞാൻ അതിവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങളെ അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ടൈപ്പ് ചെയ്ത സെർച്ച് ബാറിൽ കൊണ്ട് ടൈപ്പ് ചെയ്തത്, അതാണ് ആ മിസ്റ്റേക്ക് സംഭവിച്ചത്. അതിന്റെ കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമ്മുടെ മറ്റേ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് ഇതിൽ കേവലം സ്റ്റൈലിഷ് ആയിട്ട് എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാം എന്ന് മാത്രമാണ് പറഞ്ഞു തരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മറ്റേ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് പോയി കാണുക. കളർ ചേഞ്ച് ചെയ്തു. ഇതിൽ നമുക്ക് ഈ കളർ ചേഞ്ച് ചെയ്യാം, ബോൾഡ് ചെയ്യാം. ഇതല്ലാതെ വേറെ ഒരു ചേഞ്ചസും നമ്മൾ Canvaയിൽ ഡയറക്റ്റ് നമുക്ക് മലയാളത്തിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറെ ഫോണ്ടെല്ലാം ചൂസ് ചെയ്ത് കാണിച്ചു തരാം. വ്യത്യാസമൊന്നുമില്ല. ബോൾഡ് ആവും, അത്ര തന്നെ. നോർമൽ ലെറ്റേഴ്സിലേക്ക് മാറും. ഇതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സെലക്ട് ചെയ്തു, ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനി നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള വേറൊരു ആപ്പുണ്ട്. നേരെ അതിലേക്ക് പോകാം. വളരെ സിമ്പിളായ യൂസ്ഫുള്ളായ ഒരു ആപ്പാണ്. അതിൽ നമുക്ക് പോകാം. മലയാളം എഡിറ്റർ എന്നാണ് ഇതിൻ്റെ പേര്, ഈ ആപ്പിൻ്റെ പേര്. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ആപ്പാണ്. അപ്പോൾ നമുക്ക് അതിൽ ഈ പ്ലസ് ബട്ടൺ കാണാം. പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് അത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡെൻ കൊടുക്കുകയാണ്. മുകളിൽ ഡെൻ കൊടുക്കുകയാണ്. ലെറ്റർ ടൈപ്പ് ചെയ്തതിൻ്റെ ഡെൻ കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ചെയ്ത അതേ സ്റ്റൈലിൽ വീണ്ടും വന്നേക്കുന്നതാണ്. നമുക്ക് മാറ്റാം. അതിന് വേണ്ടി നമ്മൾ ചേഞ്ച് ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് അതിന് ശേഷം ഫോണ്ട് സ്റ്റൈലിൽ പോവാം. ഫോണ്ട് സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് കളർ നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ,
ഫോണ്ട് ഫാമിലിയെ കുറിച്ചാണ്. അതായത് നമ്മുടെ ബാക്കിൽ കാണിച്ചു തരാം. ഈ രണ്ടാമത്തെ സെലക്ഷനിൽ എ എന്ന് കണ്ട ആ ലെറ്റർ കാണാൻ പറ്റും. അതിൽ നമ്മൾ കാണുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ ഫോണ്ട് ഫാമിലി. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്, ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇവിടെ നമുക്ക് ഇത് റീസെൻ്റായി യൂസ് ചെയ്തതാണ്. ഇതിൽ ഇൻബിൾട്ടായിട്ട് കുറേ ഫോണ്ട്സ് നമുക്ക് ലഭ്യമാണ്. അതുകൂടാതെ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഫോണ്ട്. ഈ ഡൗൺലോഡറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴെ ടി ഗെറ്റ് മോർ ഫോണ്ട്സ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ടി ഗെറ്റ്സ് മോർ ഫോണ്ട്സ്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഞാൻ അത്യാവശ്യം ഇതെല്ലാം ടൈപ്പ് ചെയ്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ഫോണ്ട് ഡൗൺലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച ആ ഒരു ലെറ്റേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇതിലേക്ക് മാറ്റാം. ഞാൻ ഫോണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും. സ്ട്രോക്കിൻ്റെ കളറ് വേണമെങ്കിൽ നമുക്ക് ആദ്യം മാറ്റി കൊടുക്കാം. അതിൻ്റെ ഡെപ്ത് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഭംഗി കൂടി വരുന്നുണ്ടോ? ഓക്കെ, ഇത് ഡിസൈൻ എല്ലാം നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഏതൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്യാൻവയിൽ സൂപ്പറായിട്ട് മലയാളം ടൈപ്പ് ചെയ്യുന്നത്. ഇതിൽ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാകും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ പ്രധാന ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ കാണാം ഈ ലെറ്റർ സെലക്ട് ആക്കി ഇരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഔട്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ സെലക്ഷൻ റിമൂവ് ആയി. അത് കഴിഞ്ഞ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. യൂസ് ട്രാൻസ്പെറൻറ്റ് കളർ. ഓക്കെ, നമ്മളത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മളത് എടുക്കാൻ, ആ ലെറ്റർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ. ഓക്കെ, അതിന് ശേഷം യൂസ് ട്രാൻസ്പെറൻറ്റ് കളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരിക. താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫേം സേവ് എന്ന് കാണിക്കുമ്പോൾ സേവ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി സേവ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ക്യാൻവയിലേക്ക് പോകാം. ക്യാൻവ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പ്രസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ക്യാൻവയുടെ നമ്മൾ ഇമേജ് ആയിട്ടാണ് അത് സേവ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇമേജിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഇത് റീസെൻ്റായി വന്ന ഇമേജുകളെല്ലാം നമ്മുടെ ഗാലറി കാണാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ഗാലറിയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് മാറ്റുക. കണ്ടോ, ഇങ്ങനെയാണ് ക്യാൻവയിൽ സൂപ്പറായിട്ട് നമ്മൾ മലയാളം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ടൈപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇതാണ് ഈ ഒരു ട്യൂട്ടോറിയൽ പ്രധാനമായിട്ടും നമ്മൾ എങ്ങനെയാണ് അടിപൊളി സ്റ്റൈലിൽ മലയാളം ടൈപ്പ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഫുൾ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ വണക്കം. താങ്ക് യു. ബൈ ബൈ.